നമസ്കാരം. തേജസ് യുദ്ധവിമാനങ്ങൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിൻ്റെ ഒരു വലിയ സ്വപ്നമാണ്. സ്വന്തമായി നിർമ്മിക്കുന്ന, ഇന്ത്യയിൽ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന, തദ്ദേശീയമായി നിർമ്മിക്കുന്ന യുദ്ധവിമാനങ്ങൾ രാജ്യത്തിനുണ്ടാകണം എന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ചിരകാല സ്വപ്നമാണ്. ഏറെ നാളുകളായി അതിനുവേണ്ടി ഭാരതത്തിൻ്റെ വിവിധ ഏജൻസികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ത്യൻ വ്യോമസേന തേജസ് യുദ്ധവിമാനങ്ങൾ ഇതുവരെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ആദ്യ ഫ്ലീറ്റുകളിൽ ചില പ്രശ്നങ്ങൾ കണ്ടെത്തിയിരുന്നു. തേജസ് യുദ്ധവിമാനങ്ങൾ ഒരു 2-3 തേജസ് യുദ്ധവിമാനങ്ങൾ തകർന്നു വീണിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അത്തരത്തിലൊരു വിമാനം റൺവേയിൽ നിന്ന് തെന്നിമാറുന്ന ഒരു സാഹചര്യമുണ്ടായി. അത് ബ്രേക്ക് സിസ്റ്റത്തിൻ്റെ ഒരു പരാജയം കാരണമാണ് എന്നാണ് പിന്നീട് വിലയിരുത്തിയത്. വിമാനത്തിലെ ബ്രേക്കിംഗ് സംവിധാനത്തിലെ ഒരു സോഫ്റ്റ്വെയർ തകരാറാണ് എന്ന് പിന്നീട് അത് കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം പോരായ്മകളൊക്കെ പരിഹരിച്ചുകൊണ്ട് വീണ്ടും തേജസ് വിമാനം പറക്കാൻ ഒരുങ്ങുകയാണ്. ആ ഒരു അപകടം നടന്ന ഉടനെ തന്നെ ഇന്ത്യൻ വ്യോമസേന എല്ലാ തേജസ് വിമാനങ്ങളെയും നിരത്തിലിറക്കിയിരുന്നു. അതിനുശേഷം തേജസ് വിമാനങ്ങൾ ഓപ്പറേറ്റ് ചെയ്തിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഏതാനും ആഴ്ചകൾക്കകം, 1-2 ആഴ്ചകൾക്കകം ഈ തേജസ് വിമാനങ്ങളുടെ പറക്കൽ പുനരാരംഭിക്കുമെന്ന വാർത്തയാണ് വരുന്നത്. ഇതുവരെയുള്ള ഫ്ലീറ്റുകളിലെ സാങ്കേതിക തകരാറുകളെല്ലാം കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു, അത് അഡ്രസ്സ് ചെയ്തിരിക്കുന്നു, അത് പരിഹരിച്ചിരിക്കുന്നു. തേജസ് വിമാനങ്ങൾ വീണ്ടും ശത്രുക്കളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇനിയും ഇന്ത്യയുടെ ആകാശത്തുണ്ടാകും, ഇന്ത്യയുടെ ആകാശത്തിൻ്റെ അതിരുകൾ കാക്കാനുണ്ടാകും എന്ന ശുഭ വാർത്തയാണ് വരുന്നത്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽസ് ലിമിറ്റഡ് എന്ന HAL ആണ് ഈ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വേണ്ടി വിമാനങ്ങൾ നിർമ്മിക്കുന്നത്. 48,000 കോടി രൂപയുടെ കരാറാണ് 2021 ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രാലയവും HAL-ഉം തമ്മിൽ ഒപ്പുവച്ചിരിക്കുന്നത്. 83 യുദ്ധവിമാനങ്ങളാണ് ഈ കരാർ അനുസരിച്ച് നിർമ്മിച്ച് HAL വ്യോമസേനയ്ക്ക് നൽകേണ്ടത്. പക്ഷേ ഇതിൽ വലിയ കാലതാമസം നേരിട്ടു. ഇന്ത്യയുടെ ചിരകാല സ്വപ്നത്തിന് മേൽ ഏതാണ്ട് ചില പ്രശ്നങ്ങൾ, പ്രതിസന്ധി ഇതൊക്കെ ഉണ്ടാകുന്നു എന്ന തോന്നൽ ജനിപ്പിക്കുന്ന രീതിയിലാണ് ഈ വൈകൽ ഉണ്ടായത്. HAL-നെതിരെ ഇന്ത്യൻ വ്യോമസേന അടക്കം വളരെ പരസ്യമായി തന്നെ അതൃപ്തി പ്രകടമാക്കിയിരുന്നു. ഇങ്ങനെ യുദ്ധവിമാനം വൈകിക്കരുത്, കാരണം രാജ്യത്തിന് ഇപ്പോൾ തന്നെ യുദ്ധവിമാന ഫ്ലീറ്റുകളുടെ കുറവുകളുണ്ട്. MiG-21 അടക്കം ഇപ്പോൾ പിൻവലിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തേജസ് രാജ്യത്തിന് അത്യാവശ്യമായ യുദ്ധവിമാനമാണ്, അടിയന്തരമായി വേണ്ട ഒരു ആയുധമാണ്. ഇത് എത്രയും വേഗം നിർമ്മിച്ചു നൽകണം, നിരുത്തരവാദപരമായി പെരുമാറരുത് എന്നൊക്കെ അതിനിശിതമായ വിമർശനം ഇന്ത്യൻ വ്യോമസേന HAL-നെതിരെ ഉയർത്തിയിരുന്നു. എന്നാൽ HAL പറയുന്നത്, ഞങ്ങൾക്ക് ഈ വിമാനത്തിൻ്റെ എൻജിൻ അത് പുറത്തു നിന്നാണ് വരേണ്ടത്. ആ വിമാന എൻജിൻ ലഭിക്കാൻ വലിയ കാലതാമസം വേണ്ടി വന്നു. ആ കാലതാമസത്തിൻ്റെ പേരിലാണ് ഈ വൈകൽ നടക്കുന്നത് എന്നാണ് അന്ന് HAL വ്യക്തമാക്കിയിരുന്നത്. അത് ഏതാണ്ട് ശരിവയ്ക്കുന്ന രീതിയിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽസ് ലിമിറ്റഡിന് വിമാന എൻജിൻ നൽകേണ്ടിയിരുന്ന GE എയ്റോസ്പേസ് കമ്പനിക്ക് ഇപ്പോൾ വൻ തുക നഷ്ടപരിഹാരം ചുമത്തിയിരിക്കുന്നു എന്ന വാർത്ത വരുന്നുണ്ട്. അതായത് 83 യുദ്ധവിമാനങ്ങളാണ് നിർമ്മിച്ച് ഇന്ത്യയുടെ വ്യോമസേനയ്ക്ക് നൽകേണ്ടിയിരുന്നത്. 99 എഞ്ചിനുകളാണ് ജിയോ എയർസ്പേസ് എന്ന കമ്പനിക്ക് ഓർഡർ നൽകിയിരുന്നത് HAL. അതിൽ ഇതുവരെ പക്ഷേ 6 എഞ്ചിനുകൾ മാത്രമേ ഡെലിവറി ആയിട്ടുള്ളൂ. വലിയ കാലതാമസമാണ് നേരിടുന്നത്. 20 എഞ്ചിനുകളുടെ ഡെലിവറി ഈ വർഷം അവസാനത്തോടു കൂടി ഉണ്ടാകുമെന്ന് GE എയ്റോസ്പേസ് ഇപ്പോൾ ഉറപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും വലിയ രീതിയിലുള്ള വൈകൽ ഈ തേജസ് യുദ്ധവിമാനങ്ങളുടെ കാര്യത്തിൽ സംഭവിക്കുന്നുണ്ട്. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ നഷ്ടപരിഹാരം നൽകാൻ ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്, GE എയ്റോസ്പേസിന് ചുമത്തിയിരിക്കുന്നത്. GE എയ്റോസ്പേസ് ഒരു യുദ്ധവിമാനങ്ങളുടെ അല്ലെങ്കിൽ ഈ വിമാനങ്ങളുടെ ടർബൻ എഞ്ചിനുകളൊക്കെ നിർമ്മിക്കുന്ന അമേരിക്കൻ കമ്പനിയാണ്. അമേരിക്കൻ കമ്പനിയുടെ കാലതാമസം, അമേരിക്കൻ കമ്പനിയായ GE പറയുന്നത് അവർക്ക് ചില അസംസ്കൃത വസ്തുക്കളുടെ ദൗർലഭ്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ്. പക്ഷേ അതെല്ലാം ഇപ്പോൾ ക്ലിയർ ചെയ്ത് ഉടൻ തന്നെ എഞ്ചിനുകൾ നൽകും എന്നാണ് GE അറിയിച്ചിരിക്കുന്നത്. പക്ഷേ HAL ഇതിനോടകം തന്നെ വളരെ കൃത്യമായ രീതിയിൽ നഷ്ടപരിഹാരം ചുമത്തി കഴിഞ്ഞിരിക്കുന്നു. കാരണം കോൺട്രാക്റ്റിൽ ഈ 2 കമ്പനികളും തമ്മിലുള്ള കരാറിൽ നഷ്ടപരിഹാരത്തിന് വ്യവസ്ഥയുണ്ട്. ഇങ്ങനെ എഞ്ചിനുകളുടെ ഡെലിവറി വൈകിയാൽ നഷ്ടപരിഹാരത്തിന് വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ അനുസരിച്ചിട്ടാണ് ഇപ്പോൾ HAL GEക്ക് വൻ തുക നഷ്ടപരിഹാരം ചുമത്തിയിരിക്കുന്നത്. എന്തായാലും തേജസ് ഗ്രൗണ്ടിലിറക്കിയ തേജസ് വരും ആഴ്ചകളിൽ തന്നെ ഉടൻ പറക്കൽ നടത്തും എന്ന് ശുഭവാർത്ത വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ GEയും അതുപോലെ തന്നെ HAL-ഉം തമ്മിലുള്ള കരാറിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പോഴിതാ വിമാന എഞ്ചിനുകൾ വൈകിയതിൻ്റെ പേരിൽ പിഴ ചുമത്തിയിരിക്കുന്നു. ഇനി അങ്ങോട്ട് എങ്ങനെയാകും ഈ 2 കമ്പനികളുടെയും പ്രവർത്തനം എന്നറിയില്ല. എന്തായാലും എത്രയും വേഗം തേജസ് യുദ്ധവിമാനങ്ങളുടെ നിർമ്മാണം പൂർത്തീകരിച്ച് വ്യോമസേനയ്ക്ക് കൈമാറാൻ ഒരുങ്ങുകയാണ് HAL. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.
HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.